ലാൽ സലാം. മോഹൻലാൽ നായകനായി എത്തിയ തുടരും 35 ദിനങ്ങൾ പിന്നിടുകയാണ്. ഇന്ന് രാത്രിയിൽ സിനിമ OTTയിലേക്ക് എത്തുമെന്നാണ് പറയപ്പെടുന്നത്. അതായത് 30-ാം തീയതി റിലീസിനെത്തുന്നു OTTയിൽ എന്നുള്ള വാർത്തകൾ. ഇന്നും സിനിമയ്ക്ക് നമുക്ക് കാണാൻ കഴിയുന്നു റെക്കോർഡ് കളക്ഷൻ തന്നെയാണ്. അതായത് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് സിനിമ ഇന്നും 45 ലക്ഷം രൂപയ്ക്ക് മുകളിൽ നേടുന്ന ഒരു കാഴ്ച തന്നെയാണ്. 413ഓളം ഷോകൾ. ഇതിന് മുന്നോടിയായി ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കാം. എന്തായാലും തുടരുമെന്ന ചിത്രത്തിൻ്റെ ഫൈനൽ റണ്ണിലേക്ക് പോവുകയാണ്. അതിന് മുന്നോടിയായി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നിങ്ങളുടെ കട്ട സപ്പോർട്ട് ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മൾ 15,000 സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്തുന്നതായിരിക്കും. ഇന്ന് 413ഓളം ഷോകൾ ട്രാക്ക് ചെയ്യപ്പെട്ടപ്പോൾ 15,000-ന് മുകളിലുള്ള ടിക്കറ്റുകൾ ഇന്നും വിറ്റുപോയിരിക്കുന്നു. 23 ലക്ഷം രൂപയാണ് ഇന്നത്തെ ട്രാക്ക്ഡ് കളക്ഷൻ വന്നിരിക്കുന്നത്. 13% ഒക്യുപ്പൻസി. കൊടും പേമാരി, അതിഭയങ്കര മഴയും ഒക്കെ ആയിട്ടിരിക്കുന്ന ഈ ഒരു സിറ്റുവേഷനിലും നമുക്ക് കാണാൻ കഴിയുന്നു മികച്ച കളക്ഷൻ. 45 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള കേരള ബോക്സ് ഓഫീസ് മിഡ് വർക്കിംഗ് ഡേയിലെ കളക്ഷൻ എന്ന് തന്നെ പറയാം. എന്തുകൊണ്ടാണ് OTTയിലേക്ക് ഇത്ര നേരത്തെ വിട്ടതെന്നൊരു ചോദ്യമാണ്. വളരെ വിഷമമെന്ന് തന്നെയാണ് പറയാനുള്ളത്. ഇനി നമുക്ക് വേറൊന്നുമല്ല, 34 ദിവസത്തെ കളക്ഷൻ ഡീറ്റെയിൽസിലേക്ക് വരാം. വേറെ ഒന്നുമല്ലാതെ നമുക്ക് ആ ഒരു ഡീറ്റെയിലേക്ക് ചെല്ലാം. വേൾഡ് വൈഡ് ആയിട്ട് സിനിമ 232 കോടിയോളം എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ട്രാക്കേഴ്സ് പുറത്തുവിടുന്ന കണക്കുകൾ. കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 118-120 കോടിയിലേക്കാണ് സിനിമ എത്തി നിൽക്കുന്നത്. വേൾഡ് വൈഡ് ഷെയർ 98 കോടിയിലേക്ക് എത്തിയിരിക്കുന്നു. ഇനിയും സിനിമയുടെ ഫുട്ഫോളാണ്. വേൾഡ് വൈഡ് 1 കോടി ആളുകൾ ഈ സിനിമയ്ക്ക് ടിക്കറ്റ് എടുത്തു എന്നുള്ളത് തന്നെയാണ് കാണാൻ കഴിയുന്ന ട്രാക്കേഴ്സ് പറയുന്നു. കേരളത്തിൽ നിന്ന് 77 ലക്ഷത്തോളം ടിക്കറ്റുകൾ വിറ്റുപോയി എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. എക്സെപ്ഷണൽ റണ്ണ് എന്ന് തന്നെയാണ് നമുക്ക് അതിൻ്റെ അഭിപ്രായവും പുറത്തു വന്നിരിക്കുന്നത്. അത് അഭിപ്രായം അവർ പറയേണ്ടത് നമുക്കറിയാവുന്നതാണ്. ഇന്നും ഈ സിനിമ ഒരിക്കൽ കൂടി തിയേറ്ററിൽ പോയി കാണാനുള്ള തോന്നലാണ്. കാരണം അത്രത്തോളം രസകരമായിട്ടാണ്. ആദ്യം കണ്ടിറങ്ങിയപ്പോൾ ഒരു പ്രാവശ്യം കണ്ടിറങ്ങാവുന്ന സിനിമയെന്ന് വിചാരിച്ചുവെങ്കിൽ ഒരു 2-3 ദിവസം കഴിയുമ്പോൾ ഒന്നും കൂടെ കാണണമെന്ന് തോന്നും. ഒന്നും കൂടെ കാണാൻ പോയി. പിന്നീട് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ 2 പ്രാവശ്യം കണ്ടില്ലേ, ഒന്നും കൂടെ കാണാനുള്ള സംഭവമൊന്നും ഇല്ല, അങ്ങനെ ഒരു കാര്യങ്ങളൊക്കെ ചിന്തിച്ച് പോകുമ്പോൾ ഒരു 15 ദിവസം കഴിഞ്ഞപ്പോൾ തിരക്ക്, അല്ലെങ്കിൽ 16 ദിവസം കഴിഞ്ഞപ്പോൾ തിരക്ക് പറഞ്ഞപ്പോൾ ഒന്നും കൂടെ കാണാൻ കഴിഞ്ഞു. ഇപ്പോൾ വീണ്ടും തോന്നുകയാണ്. അങ്ങനെ 3 പ്രാവശ്യം കണ്ട് 4-ാമത്തെ പ്രാവശ്യം പോകാൻ കഴിഞ്ഞിട്ടില്ല. ഒരുപക്ഷെ ഇന്നോ നാളെയോ തിയേറ്ററിൽ ഒരിക്കൽ കൂടെ പോയെന്നിരിക്കാം. കാരണം ഈ സിനിമ വല്ലാണ്ട് അട്രാക്റ്റ് ചെയ്യുന്നതാണ്. ഇതിപ്പോൾ എനിക്ക് മാത്രം തോന്നുന്നതല്ല, ഒരുപാട് പേർക്ക് തോന്നുന്നതാണ്. ഇത് 4 പ്രാവശ്യം എന്ന് ഞാൻ പറഞ്ഞപ്പോൾ, അല്ലെങ്കിൽ 3 പ്രാവശ്യം ഞാൻ പോയി 4-ാമത്തെ പ്രാവശ്യം പോകുമെന്ന് പറയുമ്പോൾ ഇവിടെ 7, 8, 10 പ്രാവശ്യം പോയ ആളുകളുണ്ട് എന്നറിയാം. അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് കമൻസിലൂടെ രേഖപ്പെടുത്താം നിങ്ങളുടെ കാര്യങ്ങൾ. എന്തായാലും ട്രാക്കേഴ്സ് മുഖാന്തരം വന്ന കണക്കുകൾ ഇതുവരെ സൂചിപ്പിച്ചു. ഒരുപക്ഷെ വരുന്ന ദിവസങ്ങളിൽ മൾട്ടിപ്ലക്സുകളിൽ സിനിമ കാണാൻ കഴിയും. തീർച്ചയായും അങ്ങനെയാണെങ്കിലും നമ്മൾ ഒരിക്കൽ കൂടെ സിനിമ കാണണം എന്നുള്ളൊരു തോന്നലാണ്. എന്തോ ഒരു വല്ലാത്ത അട്രാക്റ്റിംഗ് ഫീച്ചർ ഈ സിനിമയ്ക്കുണ്ട് എന്നുള്ളതാണ്. കണ്ടിറങ്ങുമ്പോൾ അല്ലെങ്കിൽ തോന്നും ഇത് 1 പ്രാവശ്യം കണ്ടല്ലേ, അല്ലെങ്കിൽ 2 പ്രാവശ്യം കണ്ടതല്ലേ, അത്രയല്ലേ ഉള്ളൂ എന്ന് തോന്നിക്കഴിഞ്ഞാലും ദിവസങ്ങൾ കഴിയുമ്പോൾ പിന്നെയും തിയേറ്ററിൽ പോകാനുള്ള തോന്നലുകൾ കൊണ്ടുവരുന്ന ചിത്രങ്ങളുടെ പട്ടികയിൽ മുന്നിൽ തന്നെയാണ് ഈ സിനിമ നിൽക്കുന്നത്. റെക്കോർഡായിരുന്നു. കഴിഞ്ഞ ഞായറാഴ്ച സിനിമ 1.25 കോടിയോളം കളക്ഷൻ നേടി. അതായത് നമുക്ക് ഈ പറഞ്ഞ പോലെ സിനിമയുടെ 31-ാം ദിനത്തിലും അതൊരു പുതിയ റെക്കോർഡാണ്. അങ്ങനെ സർവ്വകാല റെക്കോർഡുകളെല്ലാം തന്നെ തകർത്തെറിഞ്ഞുകൊണ്ട് ചിലർ പറയുന്നു മഞ്ഞുമൽ ബോയ്സിൻ്റെ റെക്കോർഡ് തകർത്തിട്ടില്ല, അതൊരു ഫേക്ക് കളക്ഷൻ ആയിരുന്നു എന്നുള്ളത് നമുക്ക് നേരത്തെ ഡീറ്റെയിൽ കിട്ടിയിരുന്നതാണ്. അതിൽ 140 കോടി എന്നൊക്കെയാണ് അവർ പറയുന്നത്. 240 കോടി എന്നൊക്കെ പറഞ്ഞത് വെറും തള്ളും. ED പിടിച്ചു കഴിഞ്ഞപ്പോൾ അതല്ല എന്ന് അവരെ കൊണ്ട് തന്നെ പറയിപ്പിക്കുന്ന കാര്യവും നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഒരുപാട് പേര് വിശ്വസിക്കുന്നു അങ്ങനെ ഒരു കാര്യമുണ്ടെങ്കിൽ അത് വെറുതെയാണ്, അതൊക്കെ പണ്ടേ തീർത്താണ്. അപ്പം ഒട്ടുമിക്ക റെക്കോർഡുകളും തകർത്തെറിഞ്ഞുകൊണ്ട്, റെക്കോർഡുകൾ തകർത്തെറിയുന്നതിനേക്കാൾ കൂടുതൽ പുതിയ റെക്കോർഡുകൾ ഇട്ടുകൊണ്ട് തന്നെയാണ് ഈ സിനിമ മുന്നോട്ട് പോയിരിക്കുന്നത്. എന്താണേലും വല്ലാത്ത ഒരു വിഷമം ഈ ഒരു സിനിമ തിയേറ്ററുകളിൽ നിന്ന് മാറുമ്പോഴത്തേക്ക്. പ്രതീക്ഷിച്ചിരുന്നു ഒരു 100 ദിവസം സിനിമ തിയേറ്ററുകളിൽ ഓടുന്നു, അതുപോലെ തന്നെ അതിൻ്റെ 100-ാം ദിവസത്തിൽ നമുക്കൊരു വീഡിയോയും കാര്യങ്ങളുമൊക്കെ ആയിട്ട് വന്ന് അടിച്ചു പൊളിക്കുന്ന ആ ഒരു ആഗ്രഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എന്തോ ഇന്നത്തെ കാലത്ത് അതിന് ഇങ്ങനെയുള്ള സിനിമകൾക്ക് സാധിക്കുമെങ്കിലും അത് സാധിച്ചു തരാൻ അണിയറ പ്രവർത്തകർ നൽകുന്ന സപ്പോർട്ടില്ല. ഒപ്പം മറ്റൊരു വിഷമം കൂടിയുണ്ട്. ഒരുപാട് പേർക്ക് സിനിമ തിയേറ്ററിൽ കാണണമെന്നുള്ള ആഗ്രഹം പറഞ്ഞിരുന്നു. അപ്പോൾ ടിക്കറ്റ് റേറ്റൊക്കെ ഒന്ന് കുറച്ചിരുന്നുവെങ്കിൽ കാണാമെന്നുള്ള ഒരു കാര്യങ്ങൾ, അതായത് 4-5 പേര് പോകുമ്പോൾ 2 ടിക്കറ്റൊക്കെ ഫ്രീയോ അങ്ങനെയൊക്കെയുള്ള ചെയ്തിരുന്നുവെങ്കിൽ അതും നമ്മൾ ഒരുപാട് ശ്രമിച്ചിരുന്നു. പക്ഷേ നടന്നില്ല. അപ്പം ഇതിൻ്റെ ക്ലൈമാക്സിൽ നമുക്ക് സന്തോഷവും സങ്കടവും എല്ലാം ചേർന്നിട്ടുള്ള ഒരു സിനിമ എന്ന് തന്നെ പറയാം. പ്രത്യേകിച്ച് സിനിമ നൽകിയ സന്തോഷം, അത് ഒരുപാട് നാളിന് ശേഷം മോഹൻലാലിൻ്റെ മികച്ച ഒരു സിനിമയും ഒപ്പം മലയാളത്തിലെ ഏറ്റവും നല്ല സിനിമകളുടെ പട്ടികയിലേക്ക് ഒരു സിനിമ കൂടി വരുന്നു എന്നുള്ളതുമാണ് കാണാൻ കഴിഞ്ഞാൽ. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യാനും കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദിയും പറയുന്നു. ലാൽ സലാം.